കൈലാസോ നവനീതദീക്ഷിതിരിയം പ്രാഗ്ജഗ്ധമൃല്ലോഷ്ടതി ക്ഷീരോദോപി നിപീതദുഗ്ധതിലസൻ സ്മേരേ പ്രഫുല്ലേ മുഖേ മാത്രാജീർണധിയാ ദൃഢം ചകിതയാ നഷ്ടാസ്മി ദൃഷ്ടകയാ ധൂധൂവത്സക ജീവ ജീവ ചിരമിത്യുക്തോ വദാന്യോ ഹരി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. യശോദ 2 പ്രാവശ്യം കണ്ണന്റെ വായിൽ ലോകം മുഴുവനും കണ്ടതായി ഭാഗവതം ദശമസ്കന്ധത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. 1. നന്നേ ചെറുപ്പത്തിൽ മുല കുടിച്ചു കിടക്കുന്നതിനിടയിൽ കോട്ടുവായിട്ടപ്പോൾ. പിന്നൊന്ന്, കൃഷ്ണൻ കളിക്കുന്നതിനിടയിൽ മണ്ണു തിന്നു എന്ന് ഗോപബാലന്മാർ വന്നു പറഞ്ഞതു കേട്ട് അത് പരിശോധിക്കാൻ വായിൽ നോക്കിയപ്പോൾ. 3ാമതും ഒരിക്കൽ കൃഷ്ണന്റെ വായിൽ യശോദ ലോകം മുഴുവൻ കാണുകയുണ്ടായെന്നു കർണാമൃത കവി പറയുന്നു. ചിരിച്ചു വായ തുറന്നു നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞുവായിൽ ഒരു ദിവസം യശോദ ലോകം മുഴുവൻ ചെറുതായി കണ്ടു. അപ്പോൾ കൈലാസം വെണ്ണയാണെന്നും ഭൂമണ്ഡലം മുമ്പൊരു നാൾ തിന്ന മൺകട്ടയാണെന്നും പാലാഴി കുറച്ചു മുമ്പ് കുടിച്ച പാലാണെന്നും യശോദയ്ക്ക് തോന്നി. ആരിൽ നിന്നോ കൊതി ബാധിച്ച് മുമ്പു തിന്ന വെണ്ണയും മണ്ണും കുടിച്ച പാലുമെല്ലാം അകത്തു ദഹിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്നും യശോദ തെറ്റിദ്ധരിച്ച് വല്ലാതെ ഭയപ്പെട്ടു. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ പരിഭ്രമിച്ച് എന്തോ മന്ത്രം ജപിച്ച് കൃഷ്ണന്റെ നെറുകയിൽ ധൂ ധൂ എന്ന് ഊതുകയും തൻ്റെ മകന് ദീർഘായുസ്സുണ്ടാവേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വിധത്തിലുള്ള ഒരു സംഭവം കവി ഭാവനയിൽ കണ്ടതാണ്. കുട്ടികൾ എന്തെങ്കിലും തിന്നുന്നത് ഭക്ഷണക്കൊതിയുള്ള ആരെങ്കിലും കണ്ടാൽ കുട്ടികൾക്ക് വയറ്റിൽ ദഹനക്കേടും മറ്റുമുണ്ടാകും. അതിന് കൊതിയാപ്പെടുക എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അതിനുള്ള പ്രതിവിധി എന്ന നിലയിൽ ചില മന്ത്രം ജപിച്ച് ഊതിമാറ്റുന്ന ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. ഉൾനാടുകളിൽ നടപ്പുണ്ടായിരുന്ന രോഗവും ചികിത്സയുമാണ് ഇത്. ധൂധു എന്ന് പറഞ്ഞത് ഇതിൻ്റെ അനുകരണമാണ്. ചിരിക്കുന്ന തുറന്ന വായിൽ തെളിഞ്ഞു കാണുന്ന കൈലാസപർവ്വതം പുതുവെണ്ണയായി തോന്നുന്നു. ഈ ഭൂമണ്ഡലം മുൻപ് കഴിച്ച മൺകട്ടയായി തോന്നുന്നു. പാലാഴിയും മുമ്പ് കുടിച്ച പാലായി തോന്നുന്നു. അമ്മ യശോദയാൽ അജീർണ രോഗം ബാധിച്ചതാണെന്ന് കരുതി വല്ലാതെ ഭയപ്പെട്ട് ഞാൻ നശിച്ചല്ലോ, ഏതൊരുത്തിയാണ് ഇവനെ കണ്ടത്, ഉണ്ണി ധൂ ധൂ, നീ വളരെ കാലം ജീവിക്കണേ ജീവിക്കണേ എന്നിപ്രകാരം പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ഹരി ഞങ്ങളെ ഏവരെയും രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.